ശബരിമല സീസൺ തുടങ്ങിയതിനു ശേഷം ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ നിശ്ചയിച്ചു തന്നിട്ടുള്ള നിരക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പമ്പ, നിലയ്ക്കൽ, അതുപോലെ തന്നെ സന്നിധാനം ഇവിടങ്ങളിൽ എല്ലാവിധ റെസ്റ്റോറൻറ്റുകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഈ 3 സ്ഥലങ്ങളിലും ഡ്യൂട്ടി മജിസ്ട്രേറ്റിന്റെയും അതുപോലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെയും നേതൃത്വത്തിലുള്ള സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതുവരെയുള്ള കാലഘട്ടത്തിൽ 2 ഫേസ് ആയിട്ട് സ്ക്വാഡുകൾ പ്രവർത്തനം നടത്തിയിരുന്നു. അതിൽ ആദ്യ ഫേസ് പ്രധാനമായിട്ടും കടകളിൽ ബോധവൽക്കരണവും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ കണ്ടെത്തുകയാണെങ്കിൽ ആയത് റെക്ടിഫൈ ചെയ്യാനുള്ള അവസരം നൽകുകയാണ് പ്രധാനമായും ചെയ്തത്. കഴിഞ്ഞ സ്ക്വാഡ് മുതൽ കഴിഞ്ഞ ഏകദേശം ഒരാഴ്ചക്കാലമായിട്ട് ഈ സ്ക്വാഡുകൾ വലിയ തോതിൽ തന്നെ കടകളിൽ പരിശോധനകൾ നടത്തുകയും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഭക്തന്മാർ ചൂഷണത്തിന് ഇരയാവുകയോ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇത്തരം കടകളോ വ്യാപാര സ്ഥാപനങ്ങളോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു ഫേസിൽ ഏകദേശം ഒരാഴ്ച കാലമായിട്ട് ഈ 3 സ്ഥലങ്ങളിൽ പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിൽ ഏകദേശം 420ഓളം ഇത്തരത്തിലുള്ള തെറ്റുകൾ കണ്ടെത്തുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 4 ലക്ഷം രൂപയോളം പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ക്വാഡുകൾക്ക് പുറമേ തന്നെ ഫുഡ് സേഫ്റ്റിയുടെ സ്ക്വാഡും വ്യത്യസ്തങ്ങളായിട്ടുള്ള കേസുകൾ എടുത്ത് വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ വാട്ടർ പ്യൂരിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരുന്നത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള തെറ്റുകൾ ഏതെങ്കിലും തരത്തിൽ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിലോ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം ഭക്തർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ വില നിലവാരത്തിലോ അല്ലെങ്കിൽ ഗുണനിലവാരത്തിലോ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ള ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പരാതി പറയാനുള്ള ടോൾ ഫ്രീ നമ്പറും എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ ടോൾ ഫ്രീ നമ്പർ മുഖേന ഇത്തരത്തിലുള്ള പരാതികൾ രേഖപ്പെടുത്താവുന്നതാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികളുമായി തന്നെ മുന്നോട്ടേക്ക് പോകാനാണ് നമ്മുടെ ശബരിമല ടീമിന്റെ തീരുമാനം.